പറഞ്ഞ പോലെ തന്നെ കല്ലാടി മണ്ണിടിച്ചിൽ പശ്ചാത്തലത്തിൽ അവിടെ നിന്നും മന്ത്രി AP അനിൽകുമാർ കൂടി നമുക്കൊപ്പം ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. മിനിസ്റ്ററെ കേൾക്കാമോ അങ്ങേക്ക്? കേൾക്കാം പറഞ്ഞു. ഓക്കെ മിനിസ്റ്റർ, ഇപ്പം അതുപോലെ നമുക്കൊരു ഗുഡ് മോർണിംഗ് ഒന്നും പറഞ്ഞ് തുടങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേ അല്ല. ദുരന്തത്തിൽ ഇന്നലെ ഈ ദുരന്ത ഭൂമിയിലേക്ക് അങ്ങ് എത്തിയിരുന്നു, രാത്രി വൈകി എത്തിയിരുന്നു. അതിനുശേഷം അവിടെ ചർച്ചകളും വിലയിരുത്തലുകളും ഒക്കെ നടന്നതാണ്. ഇന്ന് അവിടെ വിശാലമായ തിരച്ചിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതിൽ നിന്നും ആധികാരികമായി ജനങ്ങളോട് ആദ്യം അവിടുത്തെ സാഹചര്യം പറഞ്ഞു തുടങ്ങാം അങ്ങേക്ക്. നമുക്ക് ഇന്നലെ ദുരന്തമുണ്ടായ ഉടനെ തന്നെ എല്ലാ വിഭാഗം ആളുകളുടെ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെയും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരെല്ലാം ഒരുമിച്ച് ചേർന്നുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പരിക്കേറ്റവരെ നമ്മൾ ആശുപത്രിയിലാക്കി. അതുപോലെ മരണപ്പെട്ടവരെ രാത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി കോഴിക്കോട്ടേക്ക് മാറ്റി മെഡിക്കൽ കോളേജിൽ നിന്ന് എംബാം ചെയ്ത് അവരുടെ വീടുകളിലേക്ക് നാടുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ നമ്മുടെ എല്ലാ ഫോഴ്സുകളും വളരെ സജീവമാണ്. ഇന്നലെ രാത്രി പോലും വളരെ ആക്റ്റീവായിട്ട് രംഗത്തുണ്ട്. മഴയായിട്ട് പോലും രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം വന്നിട്ടില്ല. ഇന്ന് രാവിലെ തന്നെ അത് ആരംഭിക്കുകയും ചെയ്തു. ഇന്നത്തെ ഒരു പ്രധാനമായി ഞങ്ങൾക്ക് വേണ്ടത്, പുറത്തുനിന്ന് ആളുകൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അവർക്ക് പ്രയാസമുണ്ടാകും, അവർക്ക് അത്ര സ്ഥലം വരണം എന്ന് ആഗ്രഹിക്കും. പക്ഷേ ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കുന്ന രീതിയിൽ ഞങ്ങൾ അവിടേക്ക് ആളുകൾ വരുന്നത് നിയന്ത്രിച്ചിട്ടുണ്ട്. അതിനോട് സഹകരിക്കണം എന്നാണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ മിനിസ്റ്റർ, ഇപ്പോൾ ഈ ദുരന്തത്തിൽപ്പെട്ട എല്ലാവരും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? മരണപ്പെട്ടവരുടെയൊക്കെ കുടുംബത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല, ഇപ്പം മീനാക്ഷിപ്പുഴയുടെ പാലം കടന്ന് അപ്പുറേക്ക് പോയി അവിടെ വ്യാപകമായ തിരച്ചിൽ നടത്തണം. അപ്പോഴാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ കെടാവർ നായ്ക്കളെ അടക്കം എത്തിക്കുമെന്ന് അറിയുന്നു. അപ്പോൾ അതിലൊക്കെ എന്താണ്? അത്തരം കാര്യങ്ങളൊക്കെ പൂർത്തി എല്ലാ കെടാവർ നായകൾ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. അവരുടെ നായകളുടെ സേവനം ഇന്ന് നമ്മൾ ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെരച്ചിൽ എല്ലായിടത്തും വളരെ ശക്തമായ രീതിയിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്ന് തന്നെ തെരച്ചിൽ ശക്തമായ മഴയില്ലെങ്കിൽ ഇന്നത്തോടെ തെരച്ചിൽ പൂർത്തീകരിക്കും കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഉള്ളത്. 5 പേരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. കൂടുതൽ ആളുകളില്ല എന്ന് ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കാരണം ആ പ്രദേശത്ത് എല്ലാ അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഒന്നും മിസ്സിംഗ് ഇല്ല. കമ്പനിയുടെ മിസ്സിംഗ് ആയുള്ള 8 ആളുകളാണ് മിസ് ചെയ്തത്. അതിൽ 3 പേരുടെ മൃതദേഹം കണ്ടെത്തി. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. ഇനിയുള്ള കണ്ടെത്താനുള്ള 5 പേരും കമ്പനിയുടെ ജീവനക്കാരാണ്. ആ 5 പേരെയും കണ്ടെത്താനുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. അത് കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മിനിസ്റ്റർ, ഈ നിർമ്മാണ കമ്പനിയുമായിട്ട് ബന്ധപ്പെടാൻ സർക്കാർ തലത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? അവരെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ അവരുമായി സംസാരിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ ആളുകൾ ആരൊക്കെയാണ് എന്നറിയേണ്ടത് അവരുടെ ഭാഗത്തു നിന്നാണ്. അവരുടെ GM ഇന്നലെ തന്നെ എത്തിയിരുന്നു. അദ്ദേഹവുമായിട്ടും സംസാരിച്ചു. അതോടൊപ്പം തന്നെ ഇവിടെ എയർലിഫ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, മറ്റ് മരണപ്പെട്ടവരുടെ ബന്ധുക്കളെ ബന്ധപ്പെടേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ അവരിലൂടെ മാത്രമേ നമുക്ക് വിവരം ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഇന്നലെ അവരുമായി ചർച്ച ചെയ്തു. ഈ ബോഡി ഒക്കെ അവരുടെ നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരോട് ചർച്ച ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ അവരോട് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ആ കാര്യങ്ങളൊക്കെ ഇനി എടുക്കാനൊക്കെ നടപടികളുടെ ഭാഗമായിട്ടായിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. മിനിസ്റ്റർ, ഇതിപ്പം സർക്കാർ ഒന്നടങ്കം പറയുന്ന ഒരു മനുഷ്യനിർമ്മിത ദുരന്തം എന്നാണ്. കാരണം അത് നമുക്കത് മനസ്സിലാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തം തന്നെയാണ്. കാരണം ഈ മണ്ണ് നീക്കണമെന്ന് നേരത്തെ ജില്ലാ ഭരണകൂടം കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ കമ്പനി പറയുന്നത് ഞങ്ങൾക്ക് മണ്ണിടാൻ മറ്റൊരു സ്ഥലം ഈ ജില്ലാ ഭരണകൂടം നൽകിയില്ല, പറഞ്ഞിട്ടും ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല എന്നൊരു അഭിപ്രായം അവരും പറയുന്നു. അപ്പം ഈ വയനാടിൻ്റെ ഒരു ഭൂപ്രകൃതി നമുക്കറിയാം. ഇതിനു മുൻപും സമാനമായ ദുരന്തങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ജലം വലിച്ചെടുക്കാൻ ശേഷിയുള്ള അവിടുത്തെ മണ്ണിൻ്റെ ഘടന അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഭാഗത്തും ഒരു അലംഭാവം അവിടെ ഉണ്ടായിട്ടില്ലേ മിനിസ്റ്ററെ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇന്നലെ വന്ന ശേഷം ഇന്നും എൻ്റെ ഭാഗത്തു നിന്നുള്ള സമീപനം ഇപ്പോൾ തർക്കത്തിൻ്റെയും വിവാദത്തിൻ്റെയും പരസ്പരം പഴിചാരലിൻ്റെയും സമയമായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, ഞങ്ങളത് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ എവിടെയാണ് വീഴ്ച വന്നിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളത്, അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കും. മറ്റ് എന്താണ് നടപടി വേണ്ടത് അതൊക്കെ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഓക്കെ, ഈ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ഒന്ന് പറയാമോ മിനിസ്റ്റർ? ഇപ്പം നിലവിലെ കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട്.
അല്ല, നിലവിൽ 2 പേരുടെ നില അല്പം സീരിയസ് ആണ്. എങ്കിലും അവർ റിക്കവർ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. 4 പേര് ഇന്നലെ വളരെ കാലുകൾ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് എല്ലാ ചികിത്സ നൽകിയിട്ടുണ്ട്. അവർക്ക് ഇന്ന് നൽകേണ്ട ചികിത്സ ഇന്നും നൽകും. കൂടുതൽ ഗുരുതരമല്ല അവരുടെ സാഹചര്യം. ഓക്കെ, ശരി മിനിസ്റ്റർ, ശരി, വളരെയധികം നന്ദി.